നമുക്ക് ഈ വീഡിയോ അല്പം ഒരു ശബ്ദരേഖ കേട്ടുകൊണ്ട് ആരംഭിക്കാം. ഈ മമ്മൂട്ടി വഞ്ചകൻ തന്നെയാണ്. ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ പുറംതിരിഞ്ഞിരിക്കുക, പ്രത്യേകിച്ച് ഈ സന്നിഗ്ധ ഘട്ടത്തിൽ. പിന്നീട് എല്ലാം കലങ്ങി തെളിഞ്ഞാൽ ആവേശ ഉപദേശങ്ങളുമായിട്ട് വീണ്ടും രംഗത്ത് വരിക. ഇതാണ് മമ്മൂസ് തന്ത്രം. ഈ തന്ത്രത്തിന്റെ മറുപേരാണ് വഞ്ചന, ചതി എന്നതെല്ലാം. ഈ അവതരണം ആരുടേതാണ് എന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. സാമാന്യം നല്ല ബോധത്തോടും പക്വതയോടും എന്നാൽ മൂർച്ചയേറിയ ഭാഷയിൽ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഞാൻ സാധാരണ അദ്ദേഹത്തോട് വിയോജിക്കാറില്ല. കഴിയുമെങ്കിൽ ആരോട് ഞാൻ വിയോജിക്കാറില്ല. എന്നാൽ വിയോജിക്കാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്. ഷേക്സ്പിയറുടെ പ്രസിദ്ധ നാടകമായ ഹാംലെറ്റ്. അതിൽ ഹാംലെറ്റ് ഒരു സമയത്ത് പറയും, "Time is out of joint, O cursed spite that ever I was born to set it right." ഈ കാലം മുടിഞ്ഞ, നശിച്ച, ശപിക്കപ്പെട്ട കാലമാണ്. ഇത് നന്നാക്കാനായിട്ട് ഇതിൻ്റെ മധ്യത്തിൽ എനിക്ക് പിറക്കേണ്ടി വന്നല്ലോ എന്നാണ് ഹാംലെറ്റ് പറയുന്നത്. "The time is out of joint." എല്ലാം അങ്ങ് താറുമാറാണ്. "ഓ cursed spite, എൻ്റെ ദുർഗതി, that I was born to set it right." അതിലെന്താണ് നടക്കുന്നതെന്നൊന്നും പറഞ്ഞാൽ നിങ്ങളുടെ സമയം കൂടുതലായി എടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഈ നിരീക്ഷകൻ പറയുന്നത് മമ്മൂട്ടി ഒരു വഞ്ചകനാണ്. എനിക്ക് മമ്മൂട്ടി അറിഞ്ഞുകൂടാ, മമ്മൂട്ടിക്ക് എന്നെയും അറിഞ്ഞുകൂടാ. ഈ പറയുന്നയാളിനെ മമ്മൂട്ടിയെ അറിയാം, എന്നെയും അറിയാം. എനിക്ക് പറയുന്നയാളിനെ അറിയാം, മമ്മൂട്ടിയെ അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെയാണിത് കിടക്കുന്നത്. ഞാനിതിനോട് 100% വിയോജിക്കുകയാണ്. മമ്മൂട്ടി ആരെയും വഞ്ചിക്കുകയല്ല, മമ്മൂട്ടി അഭിനയിക്കുകയാണ്. ഇപ്പോൾ മോഹൻലാൽ ഈ സമയത്ത് അമ്മയുടെ സാരഥ്യം വഹിച്ച് ആ സംഘടന ധർമ്മസങ്കടത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ പ്രശ്നങ്ങൾ സാഹസികമായി കൈകാര്യം ചെയ്ത് ഈ പ്രതികൂല സാഹചര്യത്തിൽ ഈ സംഘടനയെ സംരക്ഷിച്ച് അതിനെ ഒരു നല്ല അവസ്ഥയിൽ കാത്തു സൂക്ഷിക്കുവാൻ സധൈര്യം ഒരു നിലപാടെടുക്കേണ്ട ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറയാൻ കൊള്ളാം, കേൾക്കാനും കൊള്ളാം. പക്ഷെ നമ്മൾ ആരെപ്പറ്റിയെങ്കിലും പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോൾ ആ വ്യക്തിയുടെ അവസ്ഥ എന്താണ്, ആ വ്യക്തി ആരാണ്, ആ വ്യക്തിയിൽ നിന്ന് ന്യായമായി നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം എന്ന ഒരു പരിഗണന കൂടെ വെച്ചിട്ട് വേണ്ടയോ ആ വ്യക്തി അത് ചെയ്യണം, ഇത് ചെയ്യണം, ഈ നിലപാട് വേണം, ആ നിലപാട് വേണം എന്നൊക്കെ ഇങ്ങനെ പറയാൻ. കേരളത്തിലിപ്പോൾ ഏറ്റവും കൂടുതലായി പ്രതിപാദിക്കപ്പെട്ടു വരുന്ന വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അത് വെളിപ്പെടുത്തിയ എല്ലാവർക്കും എക്കാലത്തും അറിയാവുന്ന എന്നും ആർക്കും അറിയാൻ വയ്യാതിരുന്ന ചില രഹസ്യമായ പരസ്യങ്ങളുമാണ്. അവയെല്ലാം നടീനടന്മാരെ പരാമർശിക്കുന്നതാണ്. ഞാൻ നിങ്ങളോടൊരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ നടീനടന്മാരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പിന്നെ മറ്റുള്ളവരെയും നടന്മാരെന്ന് പറയുന്നത്, മറ്റുള്ളവരെ നടികളെന്ന് പറയുന്നത്? അവരഭിനയിക്കുന്നത് കൊണ്ടല്ലേ. അവരുടെ ഏറ്റവും പ്രസക്തമായ വശം അവർ അഭിനയിക്കുന്നവരെന്നല്ലേ. അഭിനയിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്?
ഇല്ലാത്തത് ഉണ്ട് എന്ന് നടിക്കുകയല്ലേ. അങ്ങനെയുള്ള ഒരു ലോകത്തിൽ മാത്രം ആജീവനാന്തം സ്ഥിതി ചെയ്യുകയും പ്രവർത്തിക്കുകയും അതിൻ്റെ കൊയ്ത്തുകൊണ്ട് മാത്രം വലിപ്പം പ്രാപിച്ചു എന്ന് അവരും നമ്മളുമെല്ലാം സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ. അവരിൽ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഒറ്റ കാര്യമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് മാത്രമേ ലഭിക്കുകയുമുള്ളൂ. അതെന്താണ്? അഭിനയം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് വരെ അവർ ഒരു തരത്തിൽ അഭിനയിച്ചു. അത് ആ അഭിനയത്തിൻ്റെ വിശദാംശങ്ങളെ അവർക്കും അറിയാവുന്നതാണ്. സംഘടനാ പ്രസിഡൻറ്റ്, സംഘടനാ വർക്കിംഗ് കമ്മിറ്റി, ഇതാണ് ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നു, മാസമാദ്യം കൈനീട്ടം കൊടുക്കുന്നു, ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നു, ഞങ്ങൾ ഈ ഭൂമിയിൽ സ്വർഗം, പുതിയ ആകാശം, പുതിയ ഭൂമി ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞു നല്ലതായിട്ട് അഭിനയിച്ചു. സംഘടനയിൽ അച്ചടക്കം പോലും അഭിനയിച്ചു. സംഘടന ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് അഭിനയിച്ചു. മാന്യമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് അഭിനയിച്ചു. അത് നന്നായി അഭിനയിച്ചു. കാരണം അഭിനയ പാഠമുള്ളവരാണ് ഇവരെല്ലാം. ഇപ്പോൾ കാറ്റ് തിരിഞ്ഞു വീശിയപ്പോൾ വലിയ വലിയ ഹീറോസ്, വീരപുരുഷന്മാരായൊക്കെ അഭിനയിച്ച് ആ അഭിനയം സത്യമാണെന്ന് വിശ്വസിച്ച, അതുകൊണ്ട് അങ്ങനെ തന്നെ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ, പ്രതീക്ഷിക്കാൻ തക്ക മൊണ്ണകളായ മലയാളികൾ അവരൊന്ന് പ്രതീക്ഷിക്കുകയാണ്. അവർ ഇങ്ങനെ കൊടുങ്കാറ്റടിക്കുമ്പോൾ മാറി വിരിച്ചു നിൽക്കും. അവർ മാതൃകാപരമായി ഇതിനെ കൈകാര്യം ചെയ്യും. ഇല്ല, അവർ അഭിനയിക്കുന്നവരാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയും കൂടെയുള്ള സംഘങ്ങളും, ദിലീപിനെ പറ്റിയാണെന്നും പറയുന്നില്ല, പറഞ്ഞാൽ പുള്ളിയുടെ കൊട്ടേഷൻ ഇങ്ങോട്ട് വിടും. ദിലീപ് നല്ലവനാണ്, ആരെയും പീഡിപ്പിക്കാത്ത മനുഷ്യൻ തന്നെയാണ്, ഐറ്റപ്പഴയാണ്. അത് അഭിനയമല്ല. അപ്പോൾ ഈ അഭിനയം, എന്നാൽ ഇപ്പോൾ വേറൊരു അഭിനയം എന്താണ്? പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ മുങ്ങിക്കളയും. അതൊരു അഭിനയമാണ്. അത് സത്യമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. അത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കരുത്. കാര്യമായിട്ട് എടുക്കുന്നവർ നിങ്ങൾ മണ്ടരാണ്. ഏത് സാഹചര്യത്തിലും അഭിനയിക്കാൻ മാത്രം അറിയാവുന്നവരും അത് മാത്രം പഠിച്ചവരുമായ മാന്യദേഹികളാണിവർ എന്നത് മാത്രമാണ് ഇവരെ പറ്റിയുള്ള ആദ്യത്തേതും അവസാനത്തേതുമായ സത്യം. പിന്നെ അവരത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ, ഇപ്പോൾ പറയുന്നില്ലേ, പരാതിപ്പെടുന്നില്ലേ, അതൊക്കെ വെറും മണ്ടത്തരമാണ്. ഇപ്പോൾ ഒരു നടി പറയുന്നു, ഞാൻ സെക്രട്ടേറിയറ്റ് ചെന്നപ്പോൾ ഒരുത്തൻ പുറകെ വന്നെന്നെ കെട്ടിപ്പിടിച്ചു. അത് അഭിനയമായിരുന്നു. അതുകൊണ്ടാണ് ഇത് അഭിനയമായിരുന്നു എന്ന് കെട്ടിപ്പിടിച്ച ആളിനറിയാം. ഏത് സ്ത്രീയെയാണോ കെട്ടിപ്പിടിച്ചത് അവർക്കറിഞ്ഞുകൂടാ. പക്ഷേ കെട്ടിപ്പിടിച്ച ആളിനോട് ചോദിച്ചാൽ അവൻ സത്യസന്ധമായിട്ട് പറയും, ഞാൻ അഭിനയിച്ച് പഠിക്കുകയായിരുന്നു, ഞാൻ അഭിനയിക്കുകയായിരുന്നു. വരാൻ പോകുന്ന, ഇപ്പോൾ അടുത്ത വർഷം അല്ലെ 10 വർഷത്തിന് ശേഷം വരാൻ പോകുന്ന ഒരു സിനിമയിൽ, ഒരു സ്ക്രിപ്റ്റിൽ ഞാൻ അഭിനയിക്കുമ്പോൾ അതിനകത്ത് ഒരു നടി ഇങ്ങനെ സെക്രട്ടേറിയറ്റ് ഓഫീസിൻ്റെ ഒരു ലിഫ്റ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. കഥ എങ്ങനെയാണ് പോക്ക്. അപ്പോൾ അവളെ പുറകെ നിന്ന് വന്ന് വളരെ തന്മയത്തോടുകൂടെ കെട്ടിപ്പിടിക്കുന്നു, അനുബന്ധമായ പരിപാടികൾ നടത്തുന്നു. അങ്ങനെ ഒരു സീൻ എനിക്ക് അഭിനയിക്കേണ്ടി വന്നാൽ അതിനുവേണ്ടിയുള്ള പരിശീലനം ആവശ്യമാണ്. അത് അഭിനയം തുടങ്ങുമ്പോഴല്ല അഭിനയം പഠിക്കണം, അതിന് മുമ്പേ പഠിച്ചിരിക്കണം. ഇപ്പം നിങ്ങൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കണമെങ്കിൽ ഒളിമ്പിക്സിൻ്റെ ദിവസമല്ല പരിശീലനം തുടങ്ങുന്നത്. അത് 10 വർഷം, 15 വർഷം, 20 വർഷം മുമ്പ് ചിലപ്പോൾ
കുറഞ്ഞ വർഷം 15 വർഷം മുമ്പെങ്കിലും പരിശീലനം ആരംഭിക്കണം എന്ന് പറഞ്ഞതുപോലെ ഒളിമ്പിക്സിനെ പോലെ തന്നെ ക്ലേശകരമായ വളരെയധികം വൈദഗ്ധ്യം ആവശ്യപ്പെടുന്ന ഒരു കലയാണ് ഈ അഭിനയം. എത്രയോ സീനുകളാണ്, വൈവിധ്യമാർന്ന എത്രയോ സീനുകളാണ്. ഇപ്പോൾ മോഹൻലാൽ തന്നെ എടുത്തിട്ടുള്ള വേഷങ്ങൾ അത് വാസ്തവത്തിൽ നമ്മളെ അത്ഭുതപരതന്ത്രരാക്കേണ്ടവരാണ്. ഏറ്റവും ആദർശപരമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തൊട്ട് നിർദാക്ഷിണ്യം കത്തികുത്തി കൊല്ലുന്ന ആ ഒരു വലിയ റേഞ്ചാണ്. അത് അഭിനയമല്ലേ? അപ്പോൾ ഈ സിനിമാ നടന്മാരെ പറ്റി നാം മനസ്സിലാക്കേണ്ടത് അവർ ചെയ്യുന്നത് മുഴുവനും അഭിനയമാണ്. ഇപ്പം ഭാര്യയോട് വലിയ സ്നേഹം കാണിച്ചു, ഞാൻ നിന്നോട് ഫെയ്ത്ത്ഫുള്ളായിട്ടിരുന്നോളാം, നീ എൻ്റെ ജീവിതത്തിൻ്റെ വീടിനു പൊന്മണി വിളക്കു നീ, തറവാടിനു നിധി നീ, കുടുംബിനി എന്ന് പാടി നമ്മുടെ കലാകാരൻ വീട്ടിൽ ചെന്ന് അഭിനയിക്കും. പിന്നെ ആവശ്യം വരുമ്പോൾ വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് കുടുംബിനിയെ അവിടെ മറ്റൊരു മുറിയിലായിക്കോട്ടെ, ഇവിടെ വേറൊരു നാടകം, അത് അഭിനയം പഠിക്കുകയാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പോലും മനസ്സിലാകുന്നില്ല. അവർ വീണ ജോർജിൻ്റെ മുമ്പിൽ പോയിരുന്നുണ്ട് അതും ഇതുമൊക്കെ പറയുന്നു. ഇത് നമ്മുടെ സമൂഹത്തിലാകമാനം ഇപ്പോൾ മുറ്റി നിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണയുടെ വിവിധ ഫലങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞ ഈ ആശയം തിരിച്ചറിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ പെട്ടെന്ന് സമാധാനം വരും. ഈ പ്രശ്നങ്ങളെല്ലാം കെട്ടടങ്ങിയിട്ട് നമുക്ക് നോർമലായിട്ട് ജീവിക്കാൻ കഴിയും. എന്താണ്? ഇവർ നടന്മാരാണ്, എല്ലാം അഭിനയമാണ്, അവർ ചെയ്യുന്നത് മുഴുവനും അഭിനയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഓരോരുത്തർ ഏതെല്ലാം സീനാണ് അഭിനയിച്ചത് എന്ന് പറഞ്ഞ് അറിയിക്കാനുള്ള ആ ഒരു സംസ്കാരം എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ ഓരോ നടികൾ ഇപ്പോൾ മാധ്യമത്തിൻ്റെ മുമ്പിൽ നിന്ന് പൊളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഓരോരോ സീനായിട്ട് കണ്ട് അവിടെ ഇപ്പോൾ തന്നെ രാത്രിയിൽ വന്ന് മുട്ടുന്നു. അതിനെ ആസ്പദമാക്കി ഒരു വലിയ സ്ക്രിപ്റ്റ് എഴുതും. ആ സിനിമയുടെ പേര് രാത്രിയിലെ മുട്ട്, അർദ്ധരാത്രിയിലെ മുട്ട്. അപ്പോൾ ആ ഒരു സീൻ അതെപ്രകാരമാകണം, എഴുതേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ തക്കതായ വാതാവരണം, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എങ്ങനെയായിരിക്കണം, അത് മുട്ടുന്ന വിധം എന്തായിരിക്കണം, അകത്തെന്തായിരിക്കും, ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ പരീക്ഷിച്ച് മനസ്സിലാക്കി ഈ കലാപരിപാടി എന്ന വിധത്തിലാണ് ഇത് നിർവഹിക്കുന്നത് എന്ന് ഈ നടന്മാർക്കറിയാം, നടികൾക്ക് പോലും അറിയാൻ വയ്യ. അതാണ് ഈ പ്രശ്നം. അവരിത് തിരിച്ചറിഞ്ഞെങ്കിൽ കാര്യം കഴിഞ്ഞു, എന്നാൽ പിന്നെ പ്രശ്നമില്ല. ഇവർ നടിക്കുമ്പോൾ അവർ വിശ്വസിക്കുന്നു. അതെന്തൊരു അപരാധമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും അവർ വിശുദ്ധന്മാരാണ്. സിനിമാ ലോകത്തിലെ അവശേഷിക്കുന്ന 2 വിശുദ്ധന്മാർ. അവരെന്തുകൊണ്ട് ഒളിച്ചോടിപ്പോയി? വാസ്തവത്തിൽ നമുക്കറിയാം, ഒരു സംഘടനയെ കൈകാര്യം ചെയ്യേണ്ടത് അതിൻ്റെ നേതൃത്വത്തിൻ്റെ സർവീസ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സേവനം ഏറ്റവും നിർണായകരമാകുന്നത് ഒരു സംഘടന ഒരു ക്രൈസിസിൽ കൂടെ, പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോഴാണ്. അപ്പോൾ അവർ എന്തുകൊണ്ട് അവിടുന്ന് തടി തപ്പിയെന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഒന്ന് ഊഹിച്ച് പറയുകയാണ്. അവരും ഇങ്ങനെ പല സീൻസ് അവരും അഭിനയിച്ച് പഠിച്ചു കാണും. കാരണം നല്ലതായിട്ട് അഭിനയിക്കണ്ടേ. ഒരു പരിശീലനവുമില്ലാതെ, മോഹൻലാലിനെ പറ്റി പറയുന്ന അദ്ദേഹത്തിന് ഒരു പരിശീലനവും വേണ്ട, അഭിനയിക്കാനൊക്കെ ഒന്നാണ് പറയുക. ഏത് വേഷം കൊടുത്താലും അദ്ദേഹം അത് നിറഞ്ഞാടും. അത്രമാത്രം സ്വതസിദ്ധമായൊരു നടനാണ്. മമ്മൂട്ടി അത്രയും പോരാ എന്നാണ് ചില ആളുകളൊക്കെ പറയുന്നത്. ഇത് അറിഞ്ഞുകൂടാ, മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ. അപ്പോൾ
എനിക്ക് ചിരിച്ച് 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 ഞാൻ ഊപ്പാട് വരുന്നൊരു കാര്യം, ഇവിടെ ചില ആണുങ്ങൾ അഭിനയിക്കുന്നു, അത് അഭിനയമല്ല, അത് കാര്യമാണ്, അത് ജീവിതമാണെന്നും പറഞ്ഞു ചില പെണ്ണുങ്ങൾ. ഇത് ശരിയല്ല. അത് മറ്റുള്ളവർ പറഞ്ഞാൽ പോട്ടെ, നടികൾ അങ്ങനെ പറയുക, അവിടെയാണ് അതിനകത്തെ പ്രശ്നം കിടക്കുന്നത്. ഇപ്പോൾ ഒട്ടും പൊട്ടും ഇപ്പം ഞാൻ പറയുക അവൻ അഭിനയിക്കുകയല്ല, അവൻ്റെ ജീവിത കാര്യമായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപക്ഷെ മനസ്സിലാകും. എന്നാൽ ഇതേ സിനിമാ ലോകത്ത് തന്നെ നിൽക്കുന്ന നടികൾ, ഇവർ നടന്മാരാണ്, ചെയ്യുന്നതെല്ലാം നാടകമാണ് അല്ലെങ്കിൽ അഭിനയമാണ് എന്ന് തികച്ചും അറിയാവുന്ന സ്ത്രീകൾ, അവർ ഇങ്ങനെ പൊതുരംഗത്ത് വന്ന് പരാതി പറയുന്നത് ശരിയാണ്? നിങ്ങളൊന്ന് പറ, നിങ്ങളെന്താ പറയുക, നിങ്ങളുടെ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ്? അപ്പോൾ അഭിനയത്തെ അഭിനയമായി കാണാനുള്ളൊരു വിശാലത കേരളത്തിനുണ്ടാകണം. അല്ലെങ്കിൽ ഈ സിനിമ നിർത്തണം, അല്ലെങ്കിൽ ഈ നടന്മാരെ എടുത്ത് തല വെച്ചുകൊണ്ട് നടക്കുന്ന പരിപാടി നിർത്തണം. ഇവർ ചെയ്യുന്നത് അഭിനയമല്ല, ഇവർ കാര്യമായിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അവർ വഷളന്മാരാണ്. ഒന്നുകിൽ അവർ അഭിനയിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അവർ കുറ്റരഹിതരാണ്. അല്ലെങ്കിൽ അവർ അഭിനയിക്കുകയല്ല, അവർ ജീവിക്കുകയാണ്, എങ്കിൽ അവർ വഷളന്മാരാണ്. മടൽ വെട്ടി തല്ലണം. പിന്നെ ഇതിൽപ്പെട്ട ഒരുത്തനെയും വെളി കാണാൻ, മുഖം കാണിക്കാൻ സമ്മതിക്കരുത്. കാണുന്നിടത്ത് കാർക്കിച്ച് തുപ്പണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ചെയ്യണം. ഇത് രണ്ടും കൂടെ എങ്ങനെ വെക്കുന്നത്? സൂപ്പർ സ്റ്റാറിൻ്റെ ഗ്ലാമറും വേണം, അവനെ അഭിനയിക്കാൻ അനുവദിക്കത്തുമില്ല, അവൻ ഹീറോ ആയിട്ട് നിൽക്കണം, മറ്റുള്ളവർ തൊഴികൊള്ളണം. ഇപ്പോൾ തന്നെ നമ്മുടെ പ്രിയങ്കരനായ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വീടിൻ്റെ കാര്യം ചോദിക്കണം, മുറപ്പുരയിൽ നിന്ന് ഇറങ്ങിയാൽ മുറപ്പുര കാര്യം ചോദിക്കണം, ഞാൻ ചന്തയിൽ നിന്ന് വന്നാൽ ചന്തയിലെ കാര്യം ചോദിക്കണം. അതാണ് കറക്റ്റ്. കാരണം ഓരോ അഭിനയമാണ്, ഓരോരുത്തരത്തും അതിൻ്റേതായ. വീട്ടിലെൻ്റെ അഭിനയം, കക്കൂസിൽ എൻ്റെ അഭിനയം, ഞാൻ ഓഫീസിൽ എൻ്റെ അഭിനയം, ആശുപത്രിയിൽ എൻ്റെ അഭിനയം. ഓരോ തരത്തും. ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഗോപിയല്ല കക്കൂസിൽ നിന്ന് വരുന്ന ഗോപി, കക്കൂസിൽ നിന്ന് വരുന്ന ഗോപിയല്ല ചന്തയിൽ നിന്ന് വരുന്ന ഗോപി, ചന്തയിൽ നിന്ന് വരുന്ന ഗോപിയല്ല ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന ഗോപി, അപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന ഗോപിയല്ല വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങുന്ന ഗോപി. അപ്പോൾ ഇതെല്ലാം നാടകം, അഭിനയമാണെന്ന് അദ്ദേഹം പറയുന്നത് 100% അത് ശരിയാണ്. തന്നെയുമല്ല, ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ടിറങ്ങി. അപ്പോൾ മാധ്യമങ്ങൾ എന്ന് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക വേഷം ഇട്ടുകൊണ്ടാണ് വരുന്നത്. ആ വേഷത്തിന് യോജിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുവാനോ, ആ വേഷത്തിന് യോജിക്കാത്ത വിധത്തിൽ അദ്ദേഹത്തോട് ഇടപെടുവാനോ ഒരു മാധ്യമക്കാരനും അവകാശമില്ല എന്ന സുരേഷ് ഗോപിയുടെ ആ നിലപാടിനോട് ഞാൻ 100% യോജിക്കുകയാണ്. ഇപ്പോൾ ഞാൻ സുരേഷ് ഗോപി സാറ്, സുരേഷ് ഗോപി ഏമാൻ, അദ്ദേഹം ഒരു വേഷമിടുകയാണ്. ഏതാണ്? പഴശ്ശിരാജ വെച്ചോ, ഒരു രാജാവിൻ്റെ വേഷം. അപ്പോൾ ആ വേഷം ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹം രാജാവാണ്. അപ്പോൾ ആ വേഷത്തിൽ അദ്ദേഹം നടക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് എടാ ഗോപിയെ എന്നും പറഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് ഞോണ്ടി സഹിക്കുമോ? സഹിക്കാവുന്നതാണോ? ഒരിക്കലുമല്ല. അദ്ദേഹം ശരിക്കും നടനാണെങ്കിൽ അതൊരിക്കലും സമ്മതിക്കില്ല. അത് അദ്ദേഹം തനി നടനാണ്. അദ്ദേഹം ജീവിക്കുന്നതും മരിക്കുന്നതും ശ്വസിക്കുന്നതും വിസർജിക്കുന്നതും എല്ലാം സിനിമ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വേഷം ഇട്ടുകൊണ്ടിറങ്ങുമ്പോൾ അതിന് തക്കതായ ചോദ്യങ്ങളെ പാടുള്ളൂ എന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം ആ അഭിനയത്തിൻ്റെ ആ മൂർച്ചയിൽ തന്നെ കൽപ്പിക്കുമ്പോൾ അത് ശിരസ് നമിച്ച് സ്വീകരിക്കുന്നതിന് പകരം ഉടനെ കൊണ്ട് കേസ് കൊടുക്കുന്നു. ഇതെന്താ പരിപാടിയായത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ കേരളത്തിനെ പറ്റിയ ഭ്രാന്ത് എന്താണ്? അഭിനയം എന്താണെന്നും യാഥാർത്ഥ്യം എന്താണെന്നും ഇവയെ വേർതിരിക്കുന്ന മതിൽ എവിടെയാണ് എന്നതിനെപ്പറ്റി യാതൊരു ബോധവുമില്ലാത്തതുപോലെയാണ് ഇപ്പോൾ ആളുകൾ ഇതിനെപ്പറ്റി മാധ്യമങ്ങളിലങ്ങ് ചർച്ചയാണ്. വല്ല കാര്യമുണ്ടോ? ഇതാർക്ക് കേൾക്കണം? ഇത് എന്തിനാണ്? ഇങ്ങനെ ഇത് കുരച്ചിട്ട് എന്ത് കിട്ടാനാണ്? എന്തെങ്കിലും വ്യത്യാസം വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് വെറും അഭിനയമാണ്. ഈ ചർച്ച തന്നെ ഒരു അഭിനയമാണ്. അന്വേഷണം അഭിനയമാകാതിരിക്കട്ടെ എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം.
പിന്നെ ഓരോരുത്തരും കാണിക്കുന്ന വലിയ വലിയ സാൻമാർഗിക ഇതെല്ലാം അഭിനയം തന്നെയാണ്, യാതൊരു സംശയമില്ല. ഈ നടനെ കൊണ്ട്, ഈ പറയുന്ന ഈ കുറ്റാരോപിത നടന്മാരെ കൊണ്ട് 10 വോട്ട് കൂടുതൽ എനിക്ക് എൻ്റെ പാർട്ടിക്ക് കിട്ടാമെന്ന് പറഞ്ഞാൽ ഉടനെ സ്വരം മാറും. അത്ര സന്മാർഗബോധമേ നമുക്കുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് മോഹൻലാലോ മമ്മൂട്ടിയോ മറ്റുള്ളവരൊക്കെയോ ആരെങ്കിലും വന്നൊരു പള്ളിപ്പെരുന്നാളിന് കൊടി പൊക്കാം എന്ന് പറഞ്ഞാൽ അയ്യോ 100 മെത്രാന്മാർ കാലെ വീണ് നാക്കും. അതുപോലെയാണ് നമ്മുടെ നിൽപ്പ്. അതിനൊന്നും ഒരു മാറ്റവും വരികയില്ല. പിന്നെ തൽക്കാലം ഇതൊരു ഫാഷനാണ്. ഉടനെ അത് പറയുന്നു, ഇത് പറയുന്നു, അത് ചെയ്യണം, ഇത് ചെയ്യണം. വേറെ പണിയൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ കാര്യമൊക്കെ. ഞാൻ പറഞ്ഞത്, ഞാനിവരെ ആരെയും കുറ്റം വിധിക്കത്തില്ല. കാരണം ഇവർ നടന്മാരാണ്. ഇവർ ചെയ്യുന്നത് മുഴുവനും നാടകമാണ്, അഭിനയമാണ്. അത് കൂടെയുള്ള നടികൾ മനസ്സിലാക്കുകയും അഭിനയത്തെ അഭിനയമായും അല്ലാത്തതിനെ അല്ലാത്തതായും കണ്ട ദയവായി സമാധാനത്തിലൂടെ ജീവിക്കണം. അല്ലാത്തവർ ഇത് വിട്ടിട്ട് മാന്യമായ പണി വേറെ വല്ലതും ഉണ്ടോ എന്ന് നോക്കി പോകണം. അതാണ് നന്മ. വേറെ ഒന്നും ഇവിടെ നടക്കത്തില്ല, ലോകത്തെങ്ങും നടക്കത്തില്ല. അങ്ങനെയൊരു സാഹചര്യമാണ്. മനുഷ്യ സ്വഭാവം അങ്ങനെയാണ്, സംസ്കാരം അങ്ങനെയാണ്, കലാപരിപാടികൾ അങ്ങനെയാണ്, എൻ്റർടൈൻമെൻറ്റ് ലോകം അങ്ങനെ തന്നെയാണ്. പിന്നെ കൂടുതലായിട്ട് ഒന്നും പറയാതിരിക്കുന്നതാണ് ബുദ്ധി എന്നെൻ്റെ മനസ്സ് ഉള്ളിൽ മന്ത്രിക്കുന്നത് കൊണ്ട് ഞാൻ ഇത് നിർത്തുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇവർ നടന്മാരാണ്, ചെയ്യുന്നതെല്ലാം അഭിനയം മാത്രമാണ്. ആ ഒരു സത്യം അനുസരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇങ്ങനെയുള്ളവരെ കൈകാര്യം ചെയ്യുക, വിലമതിക്കുക, സ്വീകരിക്കുക. അതിനപ്പുറത്തേക്ക് പോകുന്നവൻ വെറും മണ്ടനാണ്. അഭിനയത്തെ യാഥാർത്ഥ്യമാക്കി കാണുന്നവൻ ഭ്രാന്തനാണ്. അങ്ങനെയുള്ളവർ ഈ ചുഴിയിൽപ്പെട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അവർക്കൊരു കാലത്തും എവിടെയും ഒന്ന് സമാധാനമായിട്ട് കാലുകുത്തി നിൽക്കാനുള്ള അവകാശമില്ല എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഏവർക്കും ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇനി ഇങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കും.